PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 28 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. പാഠപുസ്തകങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പുസ്തകത്തിലെ 7ാമത്തെ അധ്യായമായ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധ്വാനം എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ലഘുയന്ത്രങ്ങൾ. അധ്വാനം എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇത് ലഘുയന്ത്രങ്ങൾ. ലഘുയന്ത്രങ്ങൾ പ്രധാനമായും എത്ര തരമുണ്ട്? 6 തരം. ഉത്തോലകം, കപ്പി, അച്ചും ചക്രവും, ചരിവുതലം, സ്ക്രൂ, ആപ്പിൾ. ലഘുയന്ത്രങ്ങൾ പ്രധാനമായും എത്ര തരമുണ്ട്? 6 തരം. ഒന്നേതാണ് ഉത്തോലകം, കപ്പി, അച്ചും ചക്രവും, ചരിവുതലം, സ്ക്രൂ, ആപ്പിൾ. ബലം ഉളവാക്കുന്ന ഫലത്തിൽ ലഘുയന്ത്രങ്ങൾ വരുത്തുന്ന മാറ്റമെന്ത്? പല മടങ്ങായി വർദ്ധിപ്പിക്കുന്നു. ബലം ഉളവാക്കുന്ന ഫലത്തിൽ ലഘുയന്ത്രങ്ങൾ വരുത്തുന്ന മാറ്റമെന്ത്? പല മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഒരു ലഘുയന്ത്രത്തിലേക്ക് നാം പ്രയോഗിക്കുന്ന ബലമെന്ത്? യത്നം. ഒരു ലഘുയന്ത്രത്തിലേക്ക് നാം പ്രയോഗിക്കുന്ന ബലമേത്? യത്നം. ലഘുയന്ത്രം നേരിടുന്ന ബലമേത്? രോധം. ലഘുയന്ത്രം നേരിടുന്ന ബലമേത്? രോധം. നാരങ്ങ ഞെക്കി ഒരു ലഘുയന്ത്രമായി ഉപയോഗിക്കുമ്പോൾ നാരങ്ങ ഞെക്കിയിൽ നാരങ്ങ പിഴിയാനായി നാം പ്രയോഗിക്കുന്ന ബലമേത്? യത്നം, എഫേർട്ട്. നാരങ്ങ ഞെക്കി ഒരു ലഘുയന്ത്രമായി ഉപയോഗിക്കുമ്പോൾ നാരങ്ങ ഞെക്കിയിൽ നാരങ്ങ പിഴിയാനായി നാം പ്രയോഗിക്കുന്ന ബലമേത്? യത്നം. നാരങ്ങ പ്രയോഗിക്കുന്ന ബലമേത്? രോധം, ലോഡ്. നാരങ്ങ പ്രയോഗിക്കുന്ന ബലമേത്? രോധം. ഒരു ആണി ഇളക്കാനായി നെയിൽ പുള്ളറിൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. നെയിൽ പുള്ളറിൻ്റെ യാന്ത്രിക ലാഭം 3 ആണെങ്കിൽ ആണി പ്രയോഗിച്ച രോധം എത്ര? 120 ന്യൂട്ടൺ. അതായത് രോധം = യാന്ത്രിക ലാഭം × യത്നം. ഒരു ആണി ഇളക്കാനായി നെയിൽ പുള്ളറിൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. നെയിൽ പുള്ളറിൻ്റെ യാന്ത്രിക ലാഭം 3 ആണെങ്കിൽ ആണി പ്രയോഗിച്ച രോധം എത്ര? അപ്പോൾ രോധം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് യാന്ത്രിക ലാഭം × യത്നം. അപ്പോൾ 120 ന്യൂട്ടൺ ആണ് കേട്ടോ. ഇതവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉത്തോലകം എന്താണെന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? യത്നം, രോധം. ഈ യത്നത്തിനും രോധത്തിനും ഇടയിലാണ് ധാരം വരിക കേട്ടോ. അവിടെ ധാരമാർക്ക് കണ്ടോ? ഇനി യത്നവും ധാരവും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് യത്നഭുജം. അതുപോലെ ധാരവും രോധവും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് രോധഭുജം. ഓക്കെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. എനിക്ക് നീളമുള്ള ഒരു ദണ്ഡും ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലവും തന്നാൽ ഞാൻ ഈ ഭൂമിയെ നീക്കിത്തരാം. ആരുടെ വാക്കുകളാണിവ? ആർക്കിമിഡിസ്. എനിക്ക് നീളമുള്ള ഒരു ദണ്ഡും ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലവും തന്നാൽ ഞാൻ ഈ ഭൂമിയെ നീക്കിത്തരാം. ആരുടെ വാക്കുകളാണ്? ആർക്കിമിഡിസ്. ധാരം എന്ന ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡ് അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തോലകം. ധാരം എന്ന ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡ് അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തോലകം. ഒരു വസ്തുവിൻ്റെ ഭാരം മുഴുവൻ അനുഭവപ്പെടുന്നതായി കണക്കാക്കാവുന്ന ബിന്ദുവേത്? അതിൻ്റെ ഗുരുത്വ കേന്ദ്രം. ഒരു വസ്തുവിൻ്റെ ഭാരം മുഴുവൻ അനുഭവപ്പെടുന്നതായി കണക്കാക്കാവുന്ന ബിന്ദുവേത്? അതിൻ്റെ ഗുരുത്വ കേന്ദ്രം. രോധം മുതൽ ധാരം വരെയുള്ള ലംബ ദൂരമേത്? രോധഭുജം. രോധം മുതൽ ധാരം വരെയുള്ള ലംബ ദൂരമേത്? രോധഭുജം. യത്നം മുതൽ ധാരം വരെയുള്ള ലംബ ദൂരം അറിയപ്പെടുന്നത് എങ്ങനെ? യത്നഭുജം. യത്നം മുതൽ ധാരം വരെയുള്ള ലംബ ദൂരം അറിയപ്പെടുന്നത് എങ്ങനെ? യത്നഭുജം. ഉത്തോലകം തുലന നിലയിൽ ആയിരിക്കുമ്പോൾ രോധം × രോധഭുജം = യത്നം × യത്നഭുജം ആയിരിക്കും. ഇത് ഏത് തത്വമാണ്? ഉത്തോലക തത്വം. അപ്പോൾ ഉത്തോലകം തുലനാവസ്ഥയിലായിരിക്കുമ്പോൾ രോധം × രോധഭുജം = യത്നം × യത്നഭുജം ആയിരിക്കും. ഇത് ഏത് തത്വമാണ്? ഉത്തോലക തത്വം. ഉത്തോലകങ്ങളുടെ യാന്ത്രിക ലാഭം കണക്കാക്കാനുള്ള മാർഗമേത്? യത്നഭുജത്തെ രോധഭുജം കൊണ്ട് ഹരിക്കുക. ഉത്തോലകങ്ങളുടെ യാന്ത്രിക ലാഭം കണക്കാക്കാനുള്ള മാർഗമേത്? യത്നഭുജത്തെ രോധഭുജം കൊണ്ട് ഹരിക്കുക. അപ്പോൾ യത്നഭുജത്തെ രോധഭുജം കൊണ്ട് ഹരിക്കുക. ഉത്തോലകങ്ങളുടെ ധാരം, രോധം, യത്നം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനം അനുസരിച്ച് അവയെ എത്ര വിഭാഗങ്ങളായി തിരിക്കുന്നു? 3 ആയിട്ട്. ഉത്തോലകങ്ങളുടെ ധാരം, രോധം, യത്നം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനം അനുസരിച്ച് അവയെ എത്ര വിഭാഗങ്ങളായി തിരിക്കുന്നു? 3 ആയി. 3 ഇനങ്ങളിലുള്ള ഉത്തോലകങ്ങൾ ഏതെല്ലാം? 1ാം വർഗ്ഗ ഉത്തോലകം, 2ാം വർഗ്ഗ ഉത്തോലകം, 3ാം വർഗ്ഗ ഉത്തോലകം. 3 ഇനങ്ങളിലുള്ള ഉത്തോലകങ്ങൾ ഏതെല്ലാം? 1ാം വർഗ്ഗ ഉത്തോലകം, 2ാം വർഗ്ഗ ഉത്തോലകം, 3ാം വർഗ്ഗ ഉത്തോലകം. വസ്തുക്കൾ സൗകര്യപ്രദവും സുരക്ഷിതവുമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഉത്തോലകങ്ങളേവ? 3ാം വർഗ്ഗ ഉത്തോലകങ്ങൾ. വസ്തുക്കൾ സൗകര്യപ്രദവും സുരക്ഷിതവുമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഉത്തോലകങ്ങളേവ? 3ാം വർഗ്ഗ ഉത്തോലകങ്ങൾ. ലഘുയന്ത്രമായ കപ്പി 2 വിധത്തിലുണ്ട്. ഏതെല്ലാം? ഉറപ്പിച്ച കപ്പി, ചലിക്കുന്ന കപ്പി. ലഘുയന്ത്രമായ കപ്പി 2 വിധത്തിലുണ്ട്. ഏതെല്ലാം? ഉറപ്പിച്ച കപ്പി, ചലിക്കുന്ന കപ്പി. യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ചുതണ്ടിനെ ആധാരമാക്കി കറങ്ങുന്ന കപ്പികളേവ? ഉറപ്പിച്ച കപ്പികൾ.
യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ചുതണ്ടിനെ ആധാരമാക്കി കറങ്ങുന്ന കപ്പികളേവ ഉറപ്പിച്ച കപ്പികൾ. ഒന്നാം വർഗ ഉത്തോലകത്തിന് സമാനമായ കപ്പി ഏത്? ഉറപ്പിച്ച കപ്പി. ഒന്നാം വർഗ ഉത്തോലകത്തിന് സമാനമായ കപ്പി ഏത്? ഉറപ്പിച്ച കപ്പി. ഒരു ചലിക്കുന്ന കപ്പി ഏത് വർഗത്തിലെ ഉത്തോലകം പോലെയാണ് പ്രവർത്തിക്കുന്നത്? രണ്ടാം വർഗ ഉത്തോലകം. ഒരു ചലിക്കുന്ന കപ്പി ഏത് വർഗത്തിലെ ഉത്തോലകം പോലെയാണ് പ്രവർത്തിക്കുന്നത്? രണ്ടാം വർഗ ഉത്തോലകം. ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം പ്രവൃത്തിയിലെ ലാഭം എപ്രകാരമാണ്? ലാഭം ഉണ്ടാകുന്നില്ല. ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം പ്രവൃത്തിയിലെ ലാഭം എപ്രകാരമാണ്? അവിടെ ലാഭം ഉണ്ടാകുന്നില്ല. യന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതിനത്തിലെ ഉപകരണമാണ് ഗിയർ? മെക്കാനിക്കൽ ഉപകരണം. യന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതിനത്തിലെ ഉപകരണമാണ് ഗിയർ? മെക്കാനിക്കൽ ഉപകരണം. യന്ത്രങ്ങളിൽ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചലനമോ ബലമോ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ ഉപകരണമേത്? ഗിയർ. അപ്പോൾ ഒരു യന്ത്രങ്ങളിൽ ഒരു ഭാഗത്ത് നിന്നിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ചലനമോ ബലമോ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ ഉപകരണമേത്? ഗിയർ. ഗിയറുകളുടെ പ്രധാന ഭാഗമേത്? തമ്മിൽ കോർത്തിരിക്കുന്ന രണ്ട് പൽചക്രങ്ങൾ. ഗിയറുകളുടെ പ്രധാന ഭാഗമേത്? തമ്മിൽ കോർത്തിരിക്കുന്ന രണ്ട് പൽചക്രങ്ങൾ. ഗിയറിൽ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്ങനെ? വലിയ ചക്രത്തിൽ നിന്ന് ചെറുതിലേക്കോ ചെറിയ പൽചക്രത്തിൽ നിന്ന് വലുതിലേക്കോ? ഗിയറിൽ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്ങനെ? വലിയ പൽചക്രത്തിൽ നിന്ന് ചെറുതിലേക്കോ ചെറിയ പൽചക്രത്തിൽ നിന്ന് വലുതിലേക്കോ? വലിയ പൽചക്രവുമായി ബന്ധിപ്പിക്കുമ്പോൾ വാഹനത്തിൻ്റെ വേഗത്തിന് എന്ത് സംഭവിക്കുന്നു? വേഗം കുറയുന്നു. വലിയ പൽചക്രവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ വാഹനത്തിൻ്റെ വേഗത്തിന് എന്താ സംഭവിക്കുന്നത്? വേഗം കുറയുന്നു. 600 ന്യൂട്ടൺ ഭാരവും 3 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തി എത്ര? 1800 ജൂൾ. അതായത് 600 ന്യൂട്ടൺ അതായത് ഭാരം ഉയർത്താൻ, അതായത് 3 മീറ്റർ. അപ്പോൾ ന്യൂട്ടൺ ഭാരം എത്രയാണ് ഉയർത്തേണ്ട ഹൈറ്റ്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ 1800 ജൂൾ. ചുരങ്ങളിലൂടെ ഹെയർ പിൻ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് മൂലമുള്ള മേന്മയെന്ത്? യാന്ത്രിക ലാഭം വർദ്ധിക്കുന്നു. ചുരങ്ങളിലൂടെ ഹെയർ പിൻ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് മൂലമുള്ള മേന്മയെന്ത്? യാന്ത്രിക ലാഭം വർദ്ധിക്കുന്നു. കത്തി, മഴു തുടങ്ങിയ വീട്ടുപകരണങ്ങളും ഉളി തുടങ്ങിയ പണിയായുധങ്ങളും ഏത് ലഘുയന്ത്രത്തിൻ്റെ വകഭേദങ്ങളാണ്? ആപ്പ്. കത്തി, മഴു തുടങ്ങിയ വീട്ടുപകരണങ്ങളും ഉളി തുടങ്ങിയ പണിയായുധങ്ങളും ഏത് ലഘുയന്ത്രത്തിൻ്റെ വകഭേദങ്ങളാണ്? ആപ്പ്. ടയർ മാറ്റാനും ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് വാഹനങ്ങളെ ഉയർത്താനുമായി ഉപയോഗിക്കുന്നതെന്ത്? സ്ക്രൂ ജാക്ക്. ടയർ മാറ്റാനും ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് വാഹനങ്ങളെ ഉയർത്താനുമായിട്ട് ഉപയോഗിക്കുന്നതെന്ത്? സ്ക്രൂ ജാക്ക്. ഉത്തോലകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. രോധത്തിനും യജ്ഞത്തിനും ഇടയിൽ ധാരം വരുന്ന ഉത്തോലകങ്ങളെയാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. രോധത്തിനും യജ്ഞത്തിനും ഇടയിൽ ധാരം വരുന്ന ഉത്തോലകങ്ങളെയാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. രോധത്തിനും യജ്ഞത്തിനും ഇടയിലാണ് ധാരം വരുന്നത് കേട്ടോ. അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, പിക്ചർ ശ്രദ്ധിക്കാം. ഇനി ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളേവ? സാധാരണ ത്രാസ്, കത്രിക, സീസോ. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളേവ? സാധാരണ ത്രാസ്, കത്രിക, സീസോ. രോധം, യജ്ഞത്തിനും ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളെ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നു. രോധം, യജ്ഞത്തിനും ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളെ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നു. രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളേവ? പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി, വീൽ ബാരോ. രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി, വീൽ ബാരോ. രോധത്തിനും ധാരത്തിനും ഇടയിൽ യജ്ഞം വരുന്ന ഉത്തോലകങ്ങളെയാണ് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. രോധത്തിനും ധാരത്തിനും ഇടയിൽ യജ്ഞം വരുന്ന ഉത്തോലകങ്ങളെയാവ മൂന്നാം വർഗ ഉത്തോലകങ്ങൾ. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളേവ? ഫോർസെപ്സ്, ചൂണ്ട. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളേവ? ഫോർസെപ്സ്, ചൂണ്ട. ഇനി വേറൊരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യാന്ത്രിക ലാഭം. രോധവും യജ്ഞവും തമ്മിലുള്ള അനുപാത സംഖ്യ ഏത്? അതാണ് എന്ത്? യാന്ത്രിക ലാഭം. രോധവും യജ്ഞവും തമ്മിലുള്ള അനുപാത സംഖ്യ ഏത്? അതാണ് യാന്ത്രിക ലാഭം. യന്ത്രത്തിൻ്റെ എത്ര മടങ്ങാണ് രോധം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? യാന്ത്രിക ലാഭം. യജ്ഞത്തിൻ്റെ കേട്ടോ. യജ്ഞത്തിൻ്റെ എത്ര മടങ്ങാണ് രോധം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് എന്ത്? യാന്ത്രിക ലാഭം. രോധത്തെ യജ്ഞം കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് എന്ത്? യാന്ത്രിക ലാഭം. അപ്പോൾ രോധത്തെ യജ്ഞം കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന എന്താണ്? യാന്ത്രിക ലാഭം. യാന്ത്രിക ലാഭത്തിൻ്റെ യൂണിറ്റ്, അതിന് യൂണിറ്റ് ഇല്ല, അതൊരു അനുപാത സംഖ്യ മാത്രമാണ്. യാന്ത്രിക ലാഭത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? അതിന് യൂണിറ്റ് ഇല്ല, അതൊരു അനുപാത സംഖ്യ മാത്രം. യാന്ത്രിക ലാഭം ഒന്നോ ഒന്നിൽ കുറവോ ഒന്നിൽ കൂടുതലോ ആയിരിക്കുന്ന ഉത്തോലകങ്ങളേവ? ഒന്നാം വർഗ ഉത്തോലകങ്ങൾ. യാന്ത്രിക ലാഭം ഒന്നോ ഒന്നിൽ കുറവോ ഒന്നിൽ കൂടുതലോ ആയിരിക്കുന്ന ഉത്തോലകങ്ങളേവ? ഒന്നാം വർഗ ഉത്തോലകങ്ങൾ. ഒന്നാം വർഗ ഉത്തോലകത്തിൽ രോധം യജ്ഞത്തേക്കാൾ കൂടുതലായിരുന്നാൽ
യാന്ത്രിക ലാഭം എപ്രകാരമായിരിക്കും ഒന്നിൽ കൂടുതൽ. ഒന്നാം വർഗ ഉത്തോലകത്തിൽ രോധം യജ്ഞത്തേക്കാൾ കൂടുതലായിരുന്നാൽ യാന്ത്രിക ലാഭം എപ്രകാരമായിരിക്കും ഒന്നിൽ കൂടുതൽ. രോധവും യജ്ഞവും തുല്യമായാൽ യാന്ത്രിക ലാഭം എപ്രകാരമായിരിക്കും 1. രോധവും യജ്ഞവും തുല്യമായാൽ യാന്ത്രിക ലാഭം എപ്രകാരമായിരിക്കും 1. രോധം യജ്ഞത്തേക്കാൾ കുറവായാൽ യാന്ത്രിക ലാഭം എപ്രകാരമായിരിക്കും ഒന്നിൽ കുറവ്. രോധം യജ്ഞത്തേക്കാൾ കുറവായാൽ യാന്ത്രിക ലാഭം എപ്രകാരമായിരിക്കും ഒന്നിൽ കുറവ്. യാന്ത്രിക ലാഭം എപ്പോഴും ഒന്നിൽ കൂടുതലായിരിക്കുന്ന ഉത്തോലകങ്ങളേവ? രണ്ടാം വർഗ ഉത്തോലകങ്ങൾ. യാന്ത്രിക ലാഭം എപ്പോഴും ഒന്നിൽ കൂടുതലായിരിക്കുന്ന ഉത്തോലകങ്ങളേവ? രണ്ടാം വർഗ ഉത്തോലകങ്ങൾ. യാന്ത്രിക ലാഭം എപ്പോഴും ഒന്നിൽ കുറവായിരിക്കുന്ന ഉത്തോലകങ്ങളേവ? മൂന്നാം വർഗ ഉത്തോലകങ്ങൾ. യാന്ത്രിക ലാഭം എപ്പോഴും ഒന്നിൽ കുറവായിരിക്കുന്ന ഉത്തോലകങ്ങളേവ? മൂന്നാം വർഗ ഉത്തോലകങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു പിക്ചറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ശ്രദ്ധിച്ച്. ഉത്തോലകം, യജ്ഞം, രോധം, നടുക്കാണ് ദാരം വരിക. ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് യജ്ഞത്തിൽ നിന്ന് ദാരത്തിലേക്കുള്ള അകലമാണ്, അവിടെയുള്ള അകലത്തെയാണ് എന്ത് പറയുന്നത്? യജ്ഞഭുജം എന്നും, ദാരത്തിൽ നിന്ന് രോധത്തിലേക്കുള്ള അകലത്തെയാണ് രോധഭുജം എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി അറിയിക്കുക കേട്ടോ. ഇതവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉത്തോലകം എന്താണെന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. യജ്ഞം, രോധം. ഈ യജ്ഞത്തിനും രോധത്തിനും ഇടയിലാണ് ദാരം വരിക കേട്ടോ. അവിടെ ആരോമാർക്ക് കണ്ടോ. ഇനി യജ്ഞവും ദാരവും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് യജ്ഞഭുജം. അതുപോലെ ദാരവും രോധവും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് രോധഭുജം. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ.